കഥയുടെ തുടക്കത്തിൽ കഥാനായികയെ റാനിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ അവളുടെ ജീവിതം തന്നെ ഒരു ഫ്രീസിംഗ് പരീക്ഷണം നടത്താനായിട്ട് പോവുകയാണ്. ഈ പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് പ്രത്യക്ഷമായേക്കാം. അതിനായി അവൾക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് സമ്മതമാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒപ്പിടണം. 7 ദിവസത്തിനുള്ളിൽ അടുത്ത ബന്ധുക്കളെ അറിയിക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ അവളോട് പറയുന്നു. അവൾക്കിനി ആരോടും ചോദിക്കാനോ പറയാനോ ആരുമില്ലല്ലോ എന്ന് കരുതി അവൾ ആ പരീക്ഷണത്തിന് സമ്മതിക്കുന്നു. ആ ഒരു സമയത്ത് ടിവിയിൽ അവളുടെ ഭർത്താവായ നൂവോ അവരുടെ 3rd വെഡ്ഡിംഗ് ആനിവേഴ്സറി അവൾക്കായി സമ്മാനായി റാൻ്റെ പേരിൽ ക്ലോത്തിങ് ബ്രാൻഡ് 7 ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുന്ന കാര്യം അനൗൺസ്മെന്റ് ചെയ്യുന്നു. അത് കണ്ട ഡോക്ടർ ഇത്രയും സ്നേഹിക്കുന്ന ഭർത്താവുണ്ടായിട്ടും എന്തിനാണ് ഈ പരീക്ഷണത്തിന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് അവളുടെ അമ്മ മരിച്ചു പോയത്. ആ ഒരു ചടങ്ങിൽ ഭർത്താവിനെ കാണാത്തോണ്ട് വിളിച്ചു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ലേഡിയാണ്. അവളുടെ പേരാണ് ലീവു. ലീവു മറ്റാരുമല്ല, റാൻ്റെ ഭർത്താവിൻ്റെ കാമുകിയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അദ്ദേഹം എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. ശേഷം റാന് അവളുടെ ഭർത്താവുള്ള അതേ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നോവോ എല്ലാവർക്കും മുന്നിൽ വെച്ച് ലീവോയെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. ആ ഒരു കാഴ്ച കണ്ട റാൻ്റെ മനസ്സ് ആകെ തളരുകയും ശേഷം വീട്ടിലെത്തുമ്പോൾ റാൻ ഭർത്താവിന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് അവളുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി പൊതിയുന്നു. അന്നേരം അവിടേക്ക് വന്ന അവളുടെ ഭർത്താവിനോട് ഇന്ന് കണ്ട കാഴ്ച ഭർത്താവിനോട് ചോദിക്കാതെ അവളും ആ മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇതെൻ്റെ സമ്മാനമാണ്, ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യേണ്ട, 7 ദിവസം കഴിഞ്ഞ് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് തുറന്നാൽ മതിയെന്ന് പറഞ്ഞതും അവനും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവളുടെ 2ാം ദിവസമാണ്. പരീക്ഷണത്തിനായി പോകാൻ വേണ്ടി തന്നെ വീട്ടിലുള്ള അവളുടെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യുന്നു. സത്യത്തിൽ ആ പരീക്ഷണം അവളുടെ അമ്മയുടെ ഗവേഷണമായിരുന്നു. അമ്മയുടെ അവസാനം ആഗ്രഹം നിറവേറ്റാനാണ്. അതിനായി ഇക്കാര്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിയ ആരോടും പറയില്ലെന്ന വിശ്വാസത്തോടെ അറിയിക്കുന്നു. അപ്പോൾ അവിടേക്ക് നോവോ റാന് ഇഷ്ടമുള്ള സൺഫ്ലവറും റിങ്ങും സമ്മാനമായി നൽകുകയാണ്. എന്നാൽ ആ റിങ് കാണുമ്പോൾ ഇതേ റിങ്ങാണല്ലോ ലീവിനു കൊടുത്തെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എന്നിരുന്നാലും അവൻ്റെ മുന്നിൽ സന്തോഷ മുഖത്തോടെയാണ് അവൾ അത് സ്വീകരിച്ചത്. അപ്പോൾ പെട്ടെന്ന് ലീവിൻ്റെ കോള് വന്നതിനാൽ ഓഫീസിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ലീവാണ് കോൾ ചെയ്തതെന്ന് റാന് നല്ലോണം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ 3ാമത്തെ ദിവസം എത്തിയിരിക്കുന്നു. അന്ന് അവൻ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കായി അവൾക്ക് വിലപിടിപ്പുള്ള ഗൗണ് തന്നെ ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കുകയാണ്. കൂടെ റാൻ്റെ ഫ്രണ്ടായി ജിയയുണ്ട്. ജിയ റാനോട് 5 ദിവസമേ ഉള്ളൂ, ഒന്നും കൂടി ചിന്തിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ, നിന്നെ എന്തുമാത്രമാണ് അവൻ സ്നേഹിക്കുന്നത്, എന്തിനാണ് അവനെയും വിഷമിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ടിവിയിൽ ലീവുൻ്റെ ഇന്റർവ്യൂ കാണുന്നു. ലീവു ഒരു ആക്ടറും കൂടിയാണ്. ലീവുൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ തൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്നതും അവളുടെ ബോയ് ഫ്രണ്ടാണ്, തനിക്കെന്നും സൺഫ്ലവർ ഗിഫ്റ്റായിട്ട് തരാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ റാനും അവൻ ഡെയിലി സൺഫ്ലവർ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ റാന് കൊടുക്കുന്ന അതേ ഗിഫ്റ്റ് അവൾക്കും ഇവൻ കൊടുക്കാറുണ്ടെന്നറിഞ്ഞ് അവളുടെ മനസ്സാകെ തകർന്നു പോവുകയും അങ്ങനെ റാന് അവിടെ തളർന്നു വീഴുന്നു. അത് കണ്ട ഹീറോ വേഗം റാനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ യാതൊരു താല്പര്യമുണ്ടാകില്ല. എന്നാൽ പോകും വഴി വെച്ച് ലീവു അവനെ കോൾ ചെയ്ത് എപ്പോഴാണ് വരുന്നത്, താൻ ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് കേട്ടതും അവൻ റാനോട് കമ്പനിയിൽ ഒരു അർജന്റ് മാറ്റർ വന്നു, നിങ്ങൾ ടാക്സി വിളിച്ച് പൊക്കോളോ എന്ന് പറയുമ്പോൾ നേരത്തെ വിളിച്ചത് ലീവാണെന്ന് റാന് മനസ്സിലാകുകയും സാരമില്ല ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് അവരെ ഒരു ടാക്സി റെഡിയാക്കി കൊടുത്തിട്ട് അവൻ പോകുന്നു. എന്നാൽ റാന് വീട്ടിലേക്ക് പോകാതെ അവൻ്റെ കാറിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇവിടെ ഇവൻ ലീവുൻ്റെ വീട്ടിലേക്കായിരിക്കും എത്തുക. ഇതെല്ലാം റാന് പിന്നാലെ വന്ന് കാണുകയും ലീവിനോടൊപ്പം ചിലവഴിക്കുന്നത് താഴെ നിന്ന് റാൻ കാണുന്നു. അത് കാണുന്ന റാന് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. റാൻ്റെ അമ്മ മികച്ച ഒരു സയന്റിസ്റ്റ് കൂടിയാണ്. റാൻ്റെ അച്ഛൻ്റെ വിശ്വാസവഞ്ചന കാരണം അമ്മയുടെ കരിയർ തന്നെ ഇല്ലാതായി. അതുകൊണ്ട് റാൻ്റെ ചെറുപ്പത്തിൽ അമ്മയുടെ അതേ അനുഭവം വരാതിരിക്കാൻ ഒരു പുരുഷനെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതിനാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒത്തിരി ആൺപിള്ളേരായിരിക്കും അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ റാന് അതിലൊന്നും വീണിരുന്നില്ല. അങ്ങനൊരിക്കൽ
റാനെ സ്ഥിരം പൂക്കളെല്ലാം കൊടുത്ത് മയക്കിയത് ഹീറോ ആയിരുന്നു. അവൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ ഇതെല്ലാം നേരിൽ കണ്ട് തന്നെയാണ് അവൾ ആ ഒരു തീരുമാനം എടുത്തത് തന്നെ. അങ്ങനെ 4-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഹീറോ ലീവിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാനായി ഒരുങ്ങുമ്പോൾ റാനെ ഡിവോഴ്സ് ചെയ്ത് എന്നെ വിവാഹം ചെയ്തൂടെ, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്ന് ലീവ് പറയുമ്പോൾ ദേഷ്യം വന്ന ഹീറോ ഇപ്പോഴുള്ള ബന്ധത്തിലുപരി കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞതും റാന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്ന് പറഞ്ഞു കോള് വന്നതിനാൽ ഹീറോ വേഗം പോവുകയാണ്. ശേഷം ഹീറോ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അറിയുന്നത് റാന് പനി വന്നത് കൊണ്ടാണ് തളർന്നു വീണത്. എന്നാൽ അപ്പോഴും ജിയ റാന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി 4 ദിവസമേ കൂടിയുള്ളൂ, അവൻ നിന്നെ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നും കൂടി ചിന്തിക്കാനായി പറയുന്നു. അങ്ങനെ 5-ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് തന്നെ ലീവുനെ കാണുന്നു. ലീവുനെ കണ്ട ഹീറോ ഒന്ന് ഞെട്ടിയെങ്കിലും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഇതുവഴി പോയപ്പോൾ കാണാൻ വന്നതാണ്, നിങ്ങളുടെ ഭർത്താവിനെ പോലെ തന്നെയാണ് എൻ്റെ കാമുകനും, എനിക്കൊരു വീടും ഐസ്ലാൻഡ് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും എൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് ഹീറോയുടെ മുൻ വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ റാനു ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നാൽ ലീവുന്റെ വരവ് ഹീറോയെ അസ്വസ്ഥമാക്കുകയും എൻ്റെ ഭാര്യയ്ക്ക് വയ്യാതിരിക്കുകയാണ്, പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് റാനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഹീറോ റാനെ ബെഡിൽ കിടത്തി മരുന്ന് കഴിപ്പിക്കാനായി വെള്ളമെടുക്കാനായി പോകുമ്പോൾ അവളുടെ കുടിക്കുന്ന ഗ്ലാസും പല്ല് തേക്കുന്ന ബ്രഷ് പോലും കാണുന്നില്ല. എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ദിവസങ്ങൾ അവൾ ഇൻഡുമാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. ഉടനെ റാനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ സത്യം പറയാതെ റാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലേ പുതിയതൊരെണ്ണം വാങ്ങിച്ച് വെക്കാമെന്ന് ഓർത്താണെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ലീവിന്റെ കോള് വന്നതിനാൽ വെഡിങ് ഹാളിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ 6-ാം ദിവസം എത്തിയിരിക്കുകയാണ്. 7-ാം ദിവസം അവർ വന്ന് റാനെ കൂട്ടിക്കൊണ്ടു പോകും. അതും റാന്റെയും ഹീറോയുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അന്ന് റാന്റെയും ഹീറോയുടെ വെഡിങ് ആനിവേഴ്സറി ആയതിനാൽ പരീക്ഷണം ചെയ്യണോ എന്നവർ ചോദിക്കുമ്പോൾ പറഞ്ഞ ദിവസം നടത്തിയാൽ മതിയെന്ന് പറയുന്നു. ഈ പരീക്ഷണത്തിൽ അവളുടെ അമ്മയുടെ പേര് വെക്കണമെന്ന് പറയുകയാണ്. കാരണം ഈ പരീക്ഷണം കണ്ടുപിടിച്ച തന്നെ അവളുടെ അമ്മയാണ്. അങ്ങനെ അവൾ കോള് കട്ട് ചെയ്യുമ്പോൾ ഹീറോ 2 ദിവസം ലീവിന്റെ വീട്ടിലായിരുന്നെന്നും രാവിലെ ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരിക എന്ന് ലീവിന്റെ മെസ്സേജ് കാണുമ്പോൾ റാന് ഒരുപാട് വിഷമമാവുകയാണ്. റാൻ ഹീറോയെ കോൾ ചെയ്ത് നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് ചോദിക്കുന്നു. കാരണം നാളെ തൊട്ട് അവൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാകില്ല, അതുകൊണ്ട് അവസാനമായി ഭർത്താവിനോടൊപ്പം ഭക്ഷണം കഴിക്കാനായി തീരുമാനിക്കുന്നു. അതിന് ഹീറോ സമ്മതിക്കുകയാണ്. അന്നേരം ലീവു റാനെ വീഡിയോ കോൾ ചെയ്ത് റാന് വെഡിങ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്ത അതേ ഡ്രസ്സ് ഹീറോ വാങ്ങിച്ചു തന്ന കാര്യം പറയുന്നു. അപ്പോഴാണ് റാന് ഒരു കാര്യം ഓർക്കുന്നത്. ഒരിക്കൽ ഹീറോ റാനും മാളിൽ പോയപ്പോൾ ഈ ഡ്രസ്സ് ഒരു കടയിൽ കാണുകയും അവൾക്ക് ഇഷ്ടമായപ്പോൾ ആ ഡ്രസ്സ് വാങ്ങാനുള്ള ക്യാഷ് അന്ന് അവരുടെ കയ്യിലുണ്ടായില്ല. അതിനാൽ ഹീറോ തൻ്റെ ബിസിനസ് സക്സസ് ആയാൽ ഇതേ ഡ്രസ്സിൽ ഡയമണ്ട് പതിപ്പിച്ച ഡ്രസ്സായിരിക്കും സമ്മാനമായി തരിക എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ഓർത്ത് അവൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാനൊന്നുമല്ല എന്ന് പറഞ്ഞ് റാൻ കോള് കട്ട് ചെയ്യുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോ വീട്ടിലെത്തുമ്പോൾ റാൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് കാണാനായി തിടുക്കം കൂട്ടുന്നു. എന്നാൽ റാണ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. അത് അവളുടെ മരണ സർട്ടിഫിക്കറ്റ് ആണെന്ന് കണ്ടാൽ ആ ഒരു പരീക്ഷണത്തിന് ഹീറോ വിടാനെ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഒരു ഔപചാരിക വിട പറച്ചിലിനായിട്ട് റാൻ ഹീറോയ്ക്കൊപ്പം ഒരുമിച്ച് ഡിന്നർ കഴിക്കാനായി ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലീവു ഹീറോയെ കോൾ ചെയ്യുന്നു. എന്നാൽ ഹീറോ കോള് കട്ട് ചെയ്ത് റാനൊപ്പം ഡിന്നർ കഴിക്കാനായി തീരുമാനിക്കുന്നു. എന്നാൽ തുടരെ കോള് വരുന്നതിനാൽ റാൻ ഇമ്പോർട്ടൻ്റ് കോളായിരിക്കും എടുക്കാനായി പറയുന്നു. ലീവ് വിളിച്ച തന്നെ അവൾ ഹോസ്പിറ്റലാണ്, ഡോക്ടർ പറഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് ഹീറോയോട് പറയുമ്പോൾ റാനോട് കുറച്ച് തിരക്കൊണ്ട് പോയച്ചും വരാം എന്ന് പറയുമ്പോൾ റാന് കഴിച്ചിട്ട് പോകാം, ഇത് ഞാൻ നിന്നോട് ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിക്കുന്നതാണെന്ന് റാൻ കെഞ്ചി പറഞ്ഞെങ്കിലും ഹീറോ അത് കേൾക്കാതെ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൾക്കും ആകെ വിഷമമാവുകയാണ്. അങ്ങനെ റാന്റെ പരീക്ഷണം ചെയ്യാനുള്ള ദിവസം എത്തിയിരിക്കുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ വണ്ടിയായിട്ടായിരിക്കും വരിക. സത്യം അറിയാവുന്ന ജിയയ്ക്ക് അവളെ വിട്ടു പിരിയുന്നതിൽ വളരെ വിഷമമാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ലീവു റാനെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ശേഷം റാന് ആ ഫോണും ഗിഫ്റ്റും ടേബിൾ വെച്ചിട്ട് യാത്രയാവുകയാണ്. ഇവിടെ ഈ ഹീറോ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ കാറിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വീടിൻ്റെ അകത്ത് റാനെ വിളിക്കുമ്പോൾ റാനെ കാണുന്നില്ല. ഇവിടെ ഇവൾ ആ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഹീറോ വീടിൻ്റെ അകത്ത് റാനെ വിളിക്കുമ്പോൾ റാനെ കാണുന്നില്ല. ആ സമയത്ത് ഹീറോയ്ക്ക് വേണ്ടി റാന്റെ ഗിഫ്റ്റ് നോക്കാനായി പോയതും
ഹോസ്പിറ്റലിൽ നിന്ന് അവന്റെ ഭാര്യ കാർ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് കോള് വരുന്നു. അത് റാനായിരിക്കും. ആക്സിഡന്റ് സംഭവിച്ചെന്ന് കരുതി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ലീവിനെയാണ് കാണുന്നത്. അവളാണ് ഡോക്ടറിനോട് ഹീറോയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തത്. കൂടാതെ ലീവു ട്വിൻസ് കുട്ടികൾക്കാണ് ജനനം നൽകാൻ പോകുന്നെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോ അവളുടെ ബെഡിൽ കിടത്തിയിട്ട് റെസ്റ്റ് എടുക്കാനായി പറയുന്നു. അപ്പോഴേക്കും റാന്റെ ഫ്രണ്ട് ഡോക്ടറും കൂടിയാണ് അവൾ വന്നത്. ഹീറോ, റാൻ മിസ്സിംഗ് ആണ്, അവളെ എവിടെയാണെന്ന് നിനക്ക് അറിയാമോ? എന്നാൽ റാന് അക്കാര്യം ആരോടും പറയരുതെന്ന് പ്രോമിസ് ചെയ്തതിനാൽ അവൾക്ക് സമാധാനം കിട്ടാനായി യാത്ര പോയിരിക്കുകയാണ്. 1 വീക്ക് കഴിഞ്ഞാൽ വരാമെന്നാണ് പറഞ്ഞിട്ട് പോയെന്ന് ജിയ ഹീറോയോട് പറഞ്ഞിട്ട് പോകുന്നു.